ബേക്കിങ്ങിന്റെ വീഡിയോയിൽ ഞാൻ ഓയിലും മിൽക്കും 60 ml ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇന്നത്തെ വീഡിയോ ഫ്രോസ്റ്റിംഗ് ആണ്. ഫ്രോസ്റ്റിങ്ങിനായിട്ടുള്ള ക്രീം വിപ്പ് ചെയ്തെടുക്കണം. ക്രീം വിപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബ്ലെൻഡറിന്റെ ബ്ലേഡ്സ് ഒക്കെ നമുക്ക് ഫ്രീസറിൽ വെച്ച് 2-3 മണിക്കൂർ തണുപ്പിച്ച് എടുക്കണം. ഇനി നമുക്ക് അടുത്തതായി ക്രീം വിപ്പ് ചെയ്തെടുക്കണം. 2 കപ്പ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ബീറ്ററിന്റെ ഫസ്റ്റ് സ്പീഡിലിട്ട് 1 മിനിറ്റ് നന്നായി വിപ്പ് ചെയ്തെടുക്കണം. സെക്കൻഡ് സ്പീഡിലിട്ട് 2 മിനിറ്റ്സ് വിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ 3 മിനിറ്റ് ബീറ്ററിൽ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ബീറ്ററിന്റെ തേർഡ് സ്പീഡിലിട്ട് 3-4 മിനിറ്റും കൂടെ വിപ്പ് ചെയ്തെടുക്കാം. നമ്മൾ വിപ്ഡ് ക്രീം റെഡി ആയിട്ടുണ്ട്. ക്രീം തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാം. കുറച്ച് ക്രീം ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ഒരു കവറിലിട്ട് മാറ്റി വെക്കാം. അപ്പോൾ വിപ്പ് ചെയ്ത ക്രീം ഫ്രിഡ്ജിലോട്ട് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇവിടെ വൈറ്റ് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യുന്നത്. അതിനുള്ള വെള്ളം ചൂടാക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് ചെറിയ പീസസ് ആയി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് വെച്ച പാത്രം അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഡബിൾ ബോയിൽ ചെയ്ത് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. ചൂട് ചോക്ലേറ്റ് സിറപ്പിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ബേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് നമുക്ക് ലെയറായി കട്ട് ചെയ്ത് മാറ്റാം. ബട്ടർ പേപ്പറൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ലെയർ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. രണ്ടാമത്തെ ലെയർ കട്ട് ചെയ്തെടുക്കാം. ഇത് ഏറ്റവും അടിയിലത്തെ പീസാണ് തേർഡ് ലെയർ. ആദ്യത്തെ ലെയറിന്റെ മേലത്തെ പോർഷൻ ഒന്ന് ഈവൻ ആക്കാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് ലെയേഴ്സ് ഒക്കെ റെഡിയാണ്. ഇനി നമുക്ക് ഫ്രോസ്റ്റിങ്ങിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് കേക്ക് പ്ലേറ്റിന്റെ മേലെ കുറച്ച് വിപ്ഡ് ക്രീം തേച്ച് കൊടുക്കാം. ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്ക് വെറ്റ് ചെയ്ത് കൊടുക്കണം. ഷുഗർ സിറപ്പ് യൂസ് ചെയ്ത് വെറ്റ് ചെയ്ത് എടുക്കാം. ഷുഗർ സിറപ്പ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചതായിരുന്നു. അപ്പോൾ ഇതാ ഷുഗർ സിറപ്പ് ചേർത്ത് നന്നായി വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ക്രീം വെച്ച് നമുക്ക് കേക്ക് ഒന്ന് കവർ ചെയ്തെടുക്കാം. ക്രീമിന്റെ മേലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വൈറ്റ് ചോക്ലേറ്റ് സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഷുഗർ സിറപ്പ് വെച്ച് കേക്ക് വെറ്റ് ചെയ്യുക. വിപ്ഡ് ക്രീം കേക്കിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഗ്രേറ്റഡ് വൈറ്റ് ചോക്ലേറ്റും ചോക്ലേറ്റ് സിറപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തെ ലെയറും കൂടെ ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുക. സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ക്രീം വെച്ച് മൊത്തത്തിൽ കേക്ക് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമുക്ക് കേക്കിൻ്റെ പ്ലേറ്റ് ഒന്ന് ചെറുങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. അതാവുമ്പോൾ ക്രീം ഈവൻ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കേക്ക് ഡിസൈനിങ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.